ബിസിമാർക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനകളെ പ്രീതിപ്പെടുത്താനാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിയിൽ പിസിമാർ പങ്കെടുക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഏത് നിയമത്തിന്റെ പേരിലാണെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. സംസ്ഥാനത്ത് നടക്കുന്നത് മൗദൂദി ഭരണമാണെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. ഇവിടെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒരേ സ്വരമാണ്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീട്ടിൽ പോയി ചർച്ച നടത്തിയ നേതാവാണ് VD സതീശൻ. നിരോധിക്കപ്പെട്ട PFI നേതാവിനെ ആലിംഗനം ചെയ്ത ആളാണ് മുഖ്യമന്ത്രി VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനും ഉണ്ടച്ചോറിനും നന്ദി കാണിക്കാൻ RSSന്റെ തലയിൽ കയറുകയാണ് മുഖ്യമന്ത്രി. രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശനെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ഈ കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘചാലക് പങ്കെടുത്ത പ്രഭാഷണ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ കേരളത്തിലെ 3 VCമാർ പങ്കെടുത്തു. അതിനെതിരായിട്ട് ആദ്യം രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവാണ്. മുഖ്യമന്ത്രിയും അതിനെതിരായി നിശിതമായ വിമർശനം നടത്തിയെന്ന് മാത്രമല്ല ഫത്വയും പുറപ്പെടുവിച്ചു. RSSനെ സംബന്ധിച്ച് നിരോധിത സംഘടനയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. RSSന്റെ രാജ്യസ്നേഹപരമായ ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും നിയമാനുസൃതമായിട്ടാണ് RSS പ്രവർത്തിക്കുന്നത്. ആ RSSന്റെ സർസംഘചാലക് പങ്കെടുത്ത പരിപാടിയിൽ VCമാർ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് അന്തസ്സില്ലായ്മയാണ് VCമാർ കാണിച്ചത്. ഒന്ന്, കേരളത്തിൻ്റെ യശസ് താഴ്ത്തിയിരിക്കുന്നു ഈ 3 VCമാർ. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട 2 പ്രസ്താവന. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് മാത്രമല്ല 3 VCമാരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി തറ രാഷ്ട്രീയ പ്രസംഗം നടത്തേണ്ട ആളല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, RSS നിരോധിത സംഘടനയല്ല. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.